താഴത്തേക്ക് എനിക്ക് ആ ഇതൊന്നും എടുക്കണമായിരുന്നു അതാ. അല്ല സൈഡിലല്ല ആ സെൽഫി സ്റ്റിക്ക് ഇതിൽ എവിടേക്ക് കൂട്ടിട്ടെ. ഓട്ടോ വന്നു. ഞാൻ ഒരു സാധനം എടുത്തിട്ട് സാധനം 5 മിനിറ്റേ ഉള്ളൂ സാധനം എടുക്കാറുണ്ട്. ഈ സമയത്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല ഓട്ടോ 1 മിനിറ്റ് 2 മിനിറ്റ് വെച്ചേരാ. 2 മിനിറ്റ് അവർ ചെയ്തോളൂ. സാധനം ഇതാണ് സമയം കിട്ടുന്നത്. അല്ല നിങ്ങൾക്ക് ഒന്നും എടുക്കത്തില്ല, സമയമൊന്നും എടുക്കത്തില്ല. എവിടെ പോകുന്നില്ല, ക്വസ്റ്റ്യൻ അവിടുത്തെ ആ സാധനം അങ്ങോട്ട് നിർത്തിയാ സെൽഫിക്ക് എടുത്ത അധികം സെൽഫിക്ക് വേണം. അധികം നിൽക്കാം ഒരു സെൽഫിക്ക് ഇടും. ഒരു കാര്യം താക്കോളിച്ചു, ഒരു കാര്യം കൂടെ പറഞ്ഞു ഇങ്ങോട്ട്. എടാ നീ അങ്ങോട്ട് നടക്കാം, ഞാൻ വരുന്നത് അവിടെ നിൽക്കുമ്പോഴത്തേ 2 മിനിറ്റാണ് വരാവുന്നത്. പറയുന്ന മനസ്സിലായി. ഞാൻ അവിടെ നിർത്തുമ്പോൾ 2 മിനിറ്റ് സാധനം എടുക്കട്ടെ.
അന്ന് ഇന്നും ചെല്ലും. സാക്ഷാൽ ഒഫീഷ്യൽ പ്രോസിക്യൂഷനുള്ള വരുന്ന ഭാര്യ എന്ന കഥാപാത്രമാണ് പുള്ളിക്കാരുടെ ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ കോശിയാരുമായിട്ട് ഇങ്ങനെ ഭയങ്കര സല്ലപിച്ചു. അപ്പോൾ കോശിയാരും മുക്കാൽ അല്ല ഒരു ഫുൾ ബോട്ടിൽ തീർക്കുമ്പോഴത്തേക്ക് ഞാൻ ഏകദേശം ഒരു ലാർജോ വല്ല കഴിക്കും. പക്ഷേ പേര് ദോഷം ഉണ്ടല്ലോ, ഭയങ്കര മദ്യപാനമാണ് പറ്റുന്നത്. അപ്പോൾ കോശിയായി വരെ കുറച്ച് രാത്രി ആകുമ്പോഴത്തേക്ക് വീട്ടുകാർ വിചാരിക്കുന്നത് വെച്ചാൽ എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു പിന്നെ നമ്മുടെ ഒരു നെയ്യാറ്റിരുന്നായ കഥാപാത്രം ഇരിക്കുന്നതിൽ വിചാരിക്കുന്നത് വെച്ചാൽ ഞാനിപ്പോൾ നമ്മൾ അടിച്ച് ബൂസായിട്ട് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ പുള്ളി പല വിക്രികളും കാണിക്കും. പക്ഷേ ഇതിലും ഞാൻ ഭാഗമാക്കല്ല. ഇതാണ് സാക്ഷാൽ കോശിനേനാൻ്റെ ഈ റോഡിലൂടെ ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയെ പോലുള്ള മഹാനടന്മാർ, സോമൻ, ജയഭാരതി, അങ്ങനെയുള്ള മമ്മൂട്ടിയെ പോലുള്ള മഹാനടന്മാർ ഈ വഴിയിലൂടെ ഒരു ചാൻസ് കയറി നടക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. മമ്മൂട്ടി, സാക്ഷാൽ മമ്മൂട്ടി ഇതിന് ബൽക്കെട്ടുണ്ടായിരുന്നു. ഈ ബൽക്കെട്ടിൻ്റെ പടത്തിലൂടെ മമ്മൂട്ടി എന്ന അന്നത്തെ എന്താ മമ്മൂട്ടി നല്ല പേര് മുഹമ്മദ് അഡ്വക്കേറ്റ് വക്കീൽ ഒരു ചാൻസ് കയറി നടക്കുമ്പോൾ കോശിനകത്ത് ഫിറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനതിന് ശേഷമൊക്കെ ഞാൻ പരിചയപ്പെട്ട കാലത്ത് ഏഷ്യാനെറ്റിൻ്റെ നിരവധി പ്രോഗ്രാംസ് ഇതിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ നിരവധി പ്രോഗ്രാംസ് ഈ വീട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ കോശിയാനും കൂടെ ആ മേളത്തെ ആറുണ്ടിയും അങ്ങനെയുള്ള കഥാകൃത്തുക്കളൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് സീരിയലെടുക്കുന്ന സമയത്ത് ഞാൻ കോശിയാനും കൂടെ ഇങ്ങനെ കോശിയാൻ. അപ്പോൾ ഇപ്പോഴും അന്നും ഇന്നും ശല്യം ഭാര്യ തന്നെയാണ്. കോശിയാൻ പറയുന്ന പോലെ ആ ഭാര്യയുടെ വിളി വന്ന് ഏകദേശം കോശിയാൻ പറയുന്ന പോലെയാണ് ഭാര്യയുടെ വിളി വന്ന് നേരെ സ്കൂട്ടിലേക്ക് പോകും. ആ ഉഷ വിളിക്കുന്നുണ്ട്, രാത്രി താനിപ്പോഴും കേണോ എവിടെ പോകണ്ട, ഇവിടെ കിടക്കുന്നു പറഞ്ഞാൽ രാത്രി എന്നെ ഇറക്കി വിട്ട ആ സ്ഥലമാണ് സാക്ഷാൽ കുളത്തുപ്പുഴ നൈനാൻ്റെ ഈ വീടായിട്ടുള്ള, ഇത് ബോർഡൊന്നും കാണുന്നില്ല, ഈ വീടായിട്ടുള്ള സെലോബിയ, ഇപ്പോഴത്തെ സെലോബിയ എന്നാൽ എൻ്റെ വീട് കഴിഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ മൂന്നാമത്തെ വീടായിട്ടുള്ള സെലോബിയ എന്ന ബ്യൂട്ടി പാർലർ. ഓക്കെ, കോശിയാൻ്റെ ഓർമ്മകൾക്ക് ഒരു റെഡ് സല്യൂട്ട്. ലാൽസലാം കോശിയായ. അസ്സലാമു അലൈക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമീൻ. കൗമാരകാല സ്മരണകളുടെ മഹാലായിനികൾ മഹാലാഭകൂടി വീഴുന്നതാണ് ഈ ഗോൾഫിക്സ് റോഡ്. ഇത് നമ്മുടെ പൈപ്പ് ബോർഡിലേക്ക് നീളും. ഒരു ഭാഗത്ത് മാത്രം വൃക്ഷലതാദികൾ, ഒരു ഗംഭീരമായ ദൃശ്യം. വൃക്ഷലതാദികൾ ഒരു ഭാഗത്ത് മാത്രം ഓരോ ഭാഗത്ത് വീടുകൾ. ഇത് ഞങ്ങൾ വരുന്ന കാലത്താണെങ്കിൽ ഒരു 10-30 വർഷം മുമ്പ് ഞാൻ ഒരു കുമാരനായിരുന്ന കാലത്ത് ഒരു യുവാവാണ്. കുമാരനായിരുന്ന കാലത്ത് ഈ വഴിത്താരയിലൂടെ പാതിരാത്രിയിലും രാവിലെയുമൊക്കെ യഥേഷ്ടം സഞ്ചരിക്കുമായിരുന്നു. എന്നാലിപ്പോൾ രാത്രിയിലെന്ന് പറഞ്ഞാൽ പകലും രാത്രിയും ഇല്ലാത്ത രീതിയിൽ ഇതുവഴി വാഹനങ്ങൾ ഓടുകയാണ്. ഇപ്പോൾ എരമ്പിപ്പായുന്ന വാഹനങ്ങൾക്ക് ഇന്ന് ഒരല്പം കുറവ് വന്നിട്ടുണ്ട്. ഞായറാഴ്ച ആയാലും അതുകൊണ്ടാണ് ശാന്തതയുണ്ട്. ഇതാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതാണ് ഒരിക്കൽ ഒരു കാലത്ത് ജോസ് കയ്യാലൊക്കെ താമസിച്ചിരുന്ന മൺവിള എന്ന വീട്. ഈ വീടാണ് മൺവിള എന്ന വീട്. ഇവിടെ ജോസ് കയ്യാലക്കോ എന്ന എൻ്റെ ഒരു സ്നേഹിതന് ഞങ്ങളൊരു കുടുംബശത്രുവായ ജോസ് കയ്യാലക്കോ കുടുംബത്തിലെ ഒരു അംഗമായിട്ടുള്ള ജോസ് ഇവിടെ താമസിച്ചിരുന്നു. ജോസിൻ്റെ ഭാര്യ സ്മിതയും ഞാനുമായിട്ടൊക്കെ നിരന്തരമായ സത്യപൂർവമായ സൗഹൃദം ഉണ്ടായിരുന്നു. ഇതെല്ലാം പറയുന്നത് കണ്ട് വിളിച്ചൊരു പാർട്ടി ഇരിപ്പുണ്ട്. അവരുടെ പേരാണ് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. നോക്ക് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. സുഹൃത്തിൻ്റെ പേരാണ് ഇപ്പോൾ ഡൈവോഴ്സിൻ്റെ വക്കീലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സുഹൃത്തിൻ്റെ പേരാണ് ഉഷാഹരി. അപ്പോൾ ഞാനിപ്പോൾ ഈ വഴിത്താരയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ സാക്ഷാൽ കോശിനേനാൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീടായിട്ടുള്ള വീടിൻ്റെ സമീപം എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ 2 വീടിനപ്പുറമാണ് കോശിനേനാൻ എന്ന കുളത്തുപ്പുഴ നൈനാൻ എന്ന മഹാനായ മദ്യപാനിയുടെയും ലോകഘട്ടത്തിലെ ഏറ്റവും ഭീകരനായിട്ട് അരാജകവാദിയുടെയും വീട്. ആ വീടാകട്ടെ ഇന്ന് സെലോബിയ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലറായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നിരവധി കൗമാരകാല സ്മരണകൾ അയവിറക്കുന്നതാണ് ഈ സെലോബിയ എന്ന ബ്യൂട്ടി പാർലർ. അപ്പോൾ ഇപ്പോൾ ഇത് സെലോബിയ എന്ന ബ്യൂട്ടി പാർലർ മാറിയെങ്കിലും എൻ്റെ കൗമാരത്തിൻ്റെയും കോളേജ് വിദ്യാഭ്യാസ കാലത്തിൻ്റെയും വിവാഹ
പ്രാരംഭകാലത്തിൻ്റെയും മഹത്തായിട്ടുള്ള അരാജക ജീവിതം അഴിഞ്ഞാടിയത് ഈ ഭവനത്തിലാണെന്ന് പറയാം. ഈ വീട്ടിലാണ്. ഈ ഭവനം എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം അച്ഛന്മാരുടെ വീടായതുകൊണ്ട് ഏറ്റവും വലിയ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്ലാന്ററായ കൊശിനൈനാൻ്റെ കുളത്തൂക്കൽ നൈനാൻ്റെ വീടാണ് ഇത്. സലോബി എന്ന ബ്യൂട്ടി പാർലറായി മാറിയിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ അകത്തളങ്ങളിലും എൻ്റെ ഓർമ്മകൾ മയങ്ങിക്കിടക്കുമെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥം ശരിയായിരിക്കും. ഞാൻ കൊശിയാനുമായി നിരവധി കുപ്പികൾ പൊട്ടിച്ചിട്ടുള്ളത് വേദാന്തവും ബൈബിളും ഭഗവത്ഗീതയുമൊക്കെ പാതിരാത്രികളിൽ ചൊല്ലുകയും അങ്ങനെ നമ്മൾ അഴിഞ്ഞാടുകയും ചെയ്തിട്ടുള്ള വീടാണ് ഈ ഇതിൻ്റെ സാക്ഷാൽ നിർവൃതി എന്നറിയപ്പെടുന്ന കൊശിയാൻ്റെ വീട്. ആ കൊശിയാൻ്റെ വീടിൻ്റെ പേരൊന്നും അറിയത്തില്ല. പക്ഷേ ഈ ലോകത്ത് തന്നെ ഞാൻ ഭൂലോകം കണ്ട ഏറ്റവും വലിയ അനാർക്കിസ്റ്റായ കൊശിയാൻ്റെ വീടാണിത്. കൊശിയാൻ്റെ അടുത്ത് പറയുമായിരുന്നു, ബേഡോനി പോലെ എനിക്ക് അയൽവക്കത്തൊരു നല്ല നായരുള്ളത് അവിടെ താനിങ്ങനെ നശിച്ചു പോയല്ലോ. ആ ഉഷയെ കണ്ടില്ല, പെബ്രദറിൻ്റെ പേരാണ്. ഉഷയും മോളെയൊക്കെ നോക്കുക, താൻ ഈ കള്ളന്ന് കുടിക്കല്ലേ. അപ്പോൾ ശരിക്കും അങ്ങനെ കഴിക്കത്തില്ല. പക്ഷേ കൊശിയാൻ നമ്മളൊരു ഫുൾ എടുത്ത് കഴിഞ്ഞാൽ കൊശിയാൻ മുക്കാലം കഴിക്കും, ഞാനൊരു സ്മോളൊക്കെ കഴിച്ചാൽ കഴിക്കും. പക്ഷേ പേരുദോഷം എന്ന് വെച്ചാൽ ഞാൻ കൊശിയാൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. കൊശിയാൻ്റെ കമ്പനിക്ക് വേണ്ടി ഇവിടെ നിരവധി ദിവസങ്ങളുണ്ട്. ഇതിപ്പോൾ ഒരു പശ്ചാത്തലമാണ്. ഇപ്പോൾ ഇതിനൊരു